അല്ലെങ്കിൽ കൊടുത്തു തുടങ്ങുമ്പോഴാണ് നമ്മളിൽ പുതിയ പുതിയ ലീഡുകൾ വരാം, അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകൾ നമ്മളുടെ കൂടെ ആസ് എ ജോയിൻ ചെയ്യാൻ തുടങ്ങും അല്ലെ. ഇവിടെയൊക്കെ വരും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് പേര് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ഒരുപാട് പേര് ജോയിനിങ് വരുന്നുണ്ട്, ഒരുപാട് പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. സോ എല്ലാത്തിലും നമുക്ക് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എല്ലാം അങ്ങനെ നടന്നു പൊക്കോളും. ഏഹ് കുറെ പേര് ജോയിൻ ആവണ്ടല്ലോ, കുറെ സ്ഥലത്ത് ഹോം മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ, എല്ലാം അങ്ങനെ നടന്നു പൊക്കോളും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ സത്യാവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നടക്കാറില്ല. അങ്ങനെയൊന്നും നടക്കാറില്ല എന്നതാണ് സത്യാവസ്ഥ. ഓക്കെ. അപ്പോ അത് എന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ പലപ്പോഴും നടക്കാതെ വരുമ്പോ അയ്യോ ഇത് എന്താണാവോ നടക്കാതിരുന്നേ, എന്താണാവോ അങ്ങനെ വന്നേ, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ വളരെ റയറാണ്. ഒരു 10 പേരെടുത്ത് നോക്കിയാൽ ആ 10 പേരിൽ ഒരു 5ഓ 6ഓ ആളുകളെങ്ങാനും ചിന്തിച്ചാൽ ചിന്തിച്ചു എന്ന് പറയാം. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചിന്തിക്കുന്നത് വളരെ കുറവാണ്. പലരും അയ്യോ ഇത് ഇങ്ങനെ വന്നല്ലോ, ശേ ഇപ്പൊ എന്തോരം കിടന്ന് ആളെ കിടന്ന് ഓടുന്നു, എന്തോരായി കിടന്ന് അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു, ഞാൻ എന്തോരം ഹോം മീറ്റിംഗ് നടത്തുക, എന്തോരം ആൾക്കാർ എന്റെ കൂടെ ജോയിൻ ചെയ്തതാ, ഇങ്ങനെ പഴിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറത്തൊരു സൊല്യൂഷൻ, ഇപ്പൊ നേരത്തെ അർജുൻ സാർ നമ്മളോട് അപ്രോച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴും അതിലും പറഞ്ഞില്ലേ, റിസൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞില്ലേ. അപ്പൊ ഈ സൊല്യൂഷൻ എന്താ ചെയ്യുക, ഇത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ, ഒറ്റ കാര്യം, ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ആ സൊല്യൂഷന്റെ പേരാണ് അർജുൻ സാറ് നേരത്തെ പറഞ്ഞത്. അപ്പൊ അത് നമുക്ക് ചെറിയൊരു സ്ക്രീൻ ഷെയർ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിന് മുമ്പായിട്ട് എന്റെ പേര് സുരാഗ് എന്നാണ്. എല്ലാവർക്കും അർജുൻ സാറിനെ പരിചയപ്പെടുത്തി. എന്റെ പേര് സുരാഗ്, ആർസിമ ടെക്നേച്ചർ ആണ്. ഓക്കെ. ദെൻ നമ്മളുടെ സെയിൽസ് ആണെങ്കിലും പി വി ഇൻക്രീസിങ്, സെയിൽസിന്റെ ഭാഗത്താണെങ്കിലും പി വിയുടെ ഭാഗത്താണെങ്കിലും എന്തൊരു തരത്തിലാണെങ്കിലും ഇൻക്രീസിങ് ഉണ്ടാവണമെങ്കിൽ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ സീക്രട്സുകൾ അറിയണം. അപ്പൊ സെയിൽസിന്റെ ഭാഗത്താണെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന സെയിൽസിന്റെ ഭാഗത്തുള്ള കാര്യം ആദ്യം പറയാം. ഇതില് നമ്മളുടെ ഉള്ളിൽ ഒരു മൈൻഡ് സെറ്റ് ആദ്യം തന്നെ മാറ്റി വെക്കണം. നമുക്കുള്ള മൈൻഡ് സെറ്റ് എന്നിട്ടാ ആ മുകളിൽ വെണ്ടയ്ക്ക അക്ഷരത്തില് ബ്ലാക്ക് കളർ എഴുതി കാണിക്കുന്നതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. സത്യല്ലേ? കസ്റ്റമർ ഇസ് എ കിങ്, ഇതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. സത്യത്തില് കസ്റ്റമർ കിങ് ആണെന്ന് നമ്മൾ വിചാരിക്കാനേ പാടില്ല. കസ്റ്റമർ കിങ് ആണ്, നമ്മൾ അങ്ങനെ കണ്ടോ, ഓക്കെ. ബട്ട് ശരിക്കും സെയിൽസ് എന്ന് പറയുന്ന മേഖല, അല്ലെങ്കിൽ ടീം ബിൽഡിംഗ് എന്ന് പറയുന്ന മേഖലയിൽ, അല്ലെങ്കിൽ ടീം ബിൽഡിങ്ങിലേക്ക് ഞാൻ വന്നിട്ടില്ല, സെയിൽസ് എന്ന മേഖലയിൽ സെയിൽസ് ഈസ് എ പവർഫുൾ ഗെയിം. ഭയങ്കര ഗെയിമാണ്. എന്ന് വെച്ചാൽ നമ്മള് ജാവ ഇസ് എ സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാൽ പവർ ഉള്ള ഒരു ഗെയിമാണ്. ആര് തമ്മിൽ? ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു ഗെയിമാണ്. അപ്പൊ ഇവിടെ നോർമലി നമുക്ക് കണ്ടുവരുന്ന ഒരു കാര്യം, ബയ്യർക്കാണ് എപ്പോഴും പവർ കൂടുതൽ. കാരണം എന്താ? ബയ്യറിന്റെ കയ്യിൽ മണി പവർ ഉണ്ട്, സാധനം വാങ്ങിക്കാനുള്ള കഴിവ് ആരുടെ കയ്യിലാ? നമ്മൾ വിൽക്കാൻ ചെന്നു വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തിയുടെ കയ്യിലാണ് മണി പവർ ഇരിക്കുന്നത്. ഇനി ആ വ്യക്തിക്ക് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ചോയ്സ് പവർ ആരുടെ കയ്യിലാ? അദ്ദേഹത്തിന്റെ കയ്യിലാ. അതുകൊണ്ടാണ് കസ്റ്റമർ ഇസ് എ കിങ് എന്ന് നമ്മൾ ഇതുവരെ പഠിച്ചു വന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത്. പക്ഷേ യു ഹാവ് ടു ടേക്ക് ദ പവർ ഫ്രം ബയർ, ബയറിൽ നിന്നും ആ പവർ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കുമോ അന്ന് നിങ്ങളാണ് കിങ് ആവുക. ഒന്നാണ് സെയിൽ കംപ്ലീറ്റ് ക്ലോസ് ആവുക. പലരും പറയാറുണ്ട് ഞാൻ ഇന്ന് ന്യൂട്രി ചാർജ് തകർത്ത് വിറ്റിട്ട് വരുള്ളൂ, പക്ഷെ പോയിട്ട് ഒരു ഉപ്പിന്റെ പാക്കറ്റ് വിറ്റിട്ട് വരും, ന്യൂട്രി ചാർജ് വിൽക്കില്ല. കാരണം അവിടെ കാണാൻ പോയ കസ്റ്റമർ മുഴുവൻ നമ്മളെക്കാൾ പവർ ആയിരുന്നു, അവർക്ക് മണി പവറും ചോയ്സ് പവറും അവരുടെ കയ്യിൽ കൊടുത്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പവർ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്കവിടെ ഉപ്പ് മാത്രം വിറ്റിട്ട് വരാൻ പറ്റുള്ളൂ, നൂറ്റിച്ചത് വിൽക്കാൻ പറ്റിയില്ല. ഇതാണ് സംഭവിക്കുന്നത്. നോർമലി ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന, ഇപ്പോ സെയിൽസിന്റെ കാര്യത്തിലാണെങ്കിലും ടീം ബിൽഡിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ട്രാഫിക് കുറവാ. ട്രാഫിക് കുറവാന്ന് പറയുമ്പോൾ ആൾക്കാർ എന്തിട്ട് ട്രാഫിക്, ആർ സി ബിസിനസ്സിൽ ട്രാഫിക് ഒക്കെ ഉണ്ടാ എന്ന് വിചാരിക്കും. ഇവിടെ ട്രാഫിക് എന്ന് ഉദ്ദേശിക്കുന്നില്ല. നാലുകുടി ജംഗ്ഷൻ, നിങ്ങൾ നാലുകുടി ജംഗ്ഷനിൽ കുറെ വണ്ടികൾ അവിടെ നിന്ന് കൊടുക്കുന്നു, 4 ജംഗ്ഷനിൽ നിന്നും കുറെ വണ്ടികൾ ഇങ്ങനെ വന്നു. ഒരു വരവാണ്ട് വന്നു കഴിയുമ്പോൾ എന്തുണ്ടാവും? സെൻട്രൽ ഭാഗത്ത് ട്രാഫിക് ഭയങ്കരമായിട്ട് വരും അല്ലെ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലീഡ്, ഇപ്പൊ നേരത്തെ അർജുൻ സാർ പറഞ്ഞില്ലേ, പ്രോസ്പെക്റ്റും അവരുമായിട്ടുള്ള ലീഡൊക്കെ ഉണ്ട്. ആ ലീഡ് കുറെ സ്ഥലത്തു നിന്ന് വന്നിട്ട് ട്രാഫിക് ഉണ്ടാവുന്ന സിറ്റുവേഷൻ ഇല്ല. പണ്ടൊക്കെ ഒരു ദിവസം 10ഉം 12ഉം ജോയിനിങ് ഒക്കെ ചെയ്ത സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന്
അങ്ങനെ ഇല്ല. പലരും മുമ്പേ ഉള്ള ആളുകൾക്ക് അറിയാം. അപ്പൊ എന്തുകൊണ്ട് ലെസ് ട്രാഫിക് വരുന്നു? ലെസ് ട്രാഫിക് വരുന്നതിന്റെ കാരണം ആഫ്റ്റർ കൊറോണ നമ്മൾ അത് ചിന്തിക്കണം. ആഫ്റ്റർ കൊറോണ കസ്റ്റമറിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന വലിയൊരു ചേഞ്ച് എന്താന്ന് വെച്ചാൽ ആ ചേഞ്ച് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ചേഞ്ച് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ലീക്കിംഗ് ബക്കറ്റ് വന്നത്. ട്രാഫിക് കുറയാനുള്ള മെയിൻ പ്രശ്നം ലീക്കിംഗ് ബക്കറ്റാണ്. ഈ ലീക്കിംഗ് ബക്കറ്റ് ഒഴിവാക്കാൻ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഐ നോ മൈ കസ്റ്റമർ പ്രോബ്ലം ഓർ നീഡ് ബെറ്റർ ദാൻ ഹിം. അതാണ് ഒറ്റ സൊല്യൂഷൻ. അവരെക്കാൾ അവരുടെ പ്രശ്നത്തെ എനിക്ക് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നോ, അല്ലെങ്കിൽ അവരെക്കാൾ അവരുടെ പ്രശ്നത്തെ, അവരുടെ ആവശ്യത്തെ എനിക്ക് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു, അവിടെയാണ് എനിക്ക് ട്രാഫിക് കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ ട്രാഫിക് കുറയണമെങ്കിൽ ആഫ്റ്റർ കൊറോണ വന്നിട്ടുള്ള ഒരു ലോ ഉണ്ട്. ഒരു ലോ ആണ്, ഇഫ് യു വാണ്ട് എ കസ്റ്റമർ ടു പേ യു ₹1 lakh, യു നീഡ് ടു ഗെറ്റ് ദർ ഫോർ അറ്റ്ലീസ്റ്റ് 1 hour. 1 മണിക്കൂർ സമയം അവർ നിങ്ങൾക്ക് തന്നാൽ മാത്രമേ അവരെ കൊണ്ട് നിങ്ങൾക്കൊരു 1,00,000-ന്റെയെങ്കിലും സെയിൽസ് അല്ലെങ്കിൽ 1,00,000-നെങ്കിലും PV ഉണ്ടാക്കിക്കാൻ പറ്റൂ അവരെ ഭാവിയിൽ. എന്ന് വെച്ചാൽ അറ്റൻഷനും ടൈമും മണിയും ഒരുമിച്ച് വർക്കൗട്ടാണ്. ഒരു വ്യക്തിയുടെ ശ്രദ്ധ, ആ വ്യക്തിയുടെ സമയം കിട്ടാത്തോടത്തോളം കാലം ഒരിക്കലും അദ്ദേഹത്തിന്റെ പോക്കറ്റിലുള്ള പൈസ മേശപ്പുറത്തേക്ക് വരില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കഴിവ് മേശപ്പുറത്തേക്ക് വരില്ല, അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ള PV പുറത്തേക്ക് വരില്ല. അതിനെന്ത് വേണം? അറ്റൻഷൻ, ടൈം കിട്ടണം. സോ കസ്റ്റമറിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ, അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അർജുൻ സാർ നേരത്തെ പ്രോസ്പെക്റ്റിന്റെ കാര്യം പറഞ്ഞു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോകണം അല്ലേ. അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയാലാ കറക്റ്റ് ഈ കാര്യം നടക്കുള്ളൂ. ഇനി നമുക്ക് നടക്കത്ത പ്രശ്നം എന്താ അറിയോ? അടുത്ത പ്രശ്നം എന്താ അറിയോ? ഇഷ്ടം പോലെ ഹോമിറ്റ് നടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ഹോമിസിറ്റി നടക്കുന്നുണ്ട്. കുറെ സെയിൽസിന് മുമ്പ് കുറെ വീട്ടുകാരെ കാണുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. ഉത്സവത്തിന് മുമ്പ് കുറെ ആൾക്കാരെ കാണുന്നുണ്ട്, സിനിമയ്ക്ക് മുമ്പ് കുറെ ആൾക്കാരെ കാണുന്നുണ്ട്, ട്രെയിന് മുമ്പ് കുറെ ആൾക്കാരെ കാണുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരെ കാണുന്നുണ്ട്. പക്ഷെ നോ കൺവേർഷൻ. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്? കൺവിൻസിങ്ങാ, പക്ഷെ കൺവേർഷൻ നടക്കുന്നില്ല. കൺവേർഷൻ നടക്കണമെങ്കിലേ കുറച്ച് സംസാരിക്കണം. ആര്? കസ്റ്റമർ അല്ല, നമ്മൾ കുറച്ച് സംസാരിക്കണം. കാരണം പ്രൊഡക്റ്റ് പറയേണ്ടത് ആരുടെ ഉത്തരവാദിത്തം? പ്രൊഡക്റ്റും പ്ലാനും പറയേണ്ടത് ആരുടെ ഉത്തരവാദിത്തം? എന്റെ ഉത്തരവാദിത്തം. പ്രോസ്പെക്ട് എന്ന് പറയുന്നത് ആരാ? എന്റെ മുമ്പിലിരിക്കുന്ന കസ്റ്റമർ ആണ്, അല്ലെങ്കിൽ എന്റെ മുമ്പിലിരിക്കുന്ന അസോസിയേറ്റ് ബയർ ആണ്. പ്രോബ്ലം ആരുടെയാ? അവരുടെയാ. അവരുടെ മണി പ്രശ്നം, അവരുടെ സാമ്പത്തികപരമായുള്ള പ്രശ്നം, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നം, അതാണ് മാറേണ്ടത്. അപ്പോ 80% കസ്റ്റമർ സംസാരിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ അസോസിയേറ്റ് ബയർ സംസാരിക്കാൻ തുടങ്ങിയാലാണ് അവിടെ നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെയാ മെയിൻ ആയിട്ടുള്ള കാര്യം നടക്കുള്ളൂ. അപ്പോ കൺവേർഷൻ വലിയൊരു കാര്യമാണ്. ഈ കൺവേർഷനും ലീക്കിംഗ് ബക്കറ്റും കൺവേർഷനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ കണക്ഷൻ കിട്ടാത്തത്, അല്ലെങ്കിൽ പുതിയ ജോയിനിങ്സ് വരാത്തതിന്റെ, അല്ലെങ്കിൽ അവരെ റീറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിന് ഒക്കത്തിനും മെയിൻ ആയിട്ടുള്ള ഒരൊറ്റ കാരണം നമ്മളുടെ ആ പ്രശ്നത്തിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ്, ബെസ്റ്റ് റെമഡിയാണ് നമ്മുടെ ന്യൂട്രിചാർജ് S5 പോലെ പനേഷ്യയാണ്. പനേഷ്യ, ഈ സാധനം, ഈ ആയുധത്തിന്റെ പേര് പനേഷ്യ എന്നാണ് ഞാൻ വിളിക്കുക. കാരണം ഇത് കൃത്യമായി ചെയ്താൽ എല്ലാത്തിനും സൊല്യൂഷനാണ്. ആ സൊല്യൂഷന്റെ പേരാ ഫോളോ അപ്പ്. നേരത്തെ അർജുൻ സാറ് പറഞ്ഞു അല്ലേ, വർഷങ്ങളോളമുള്ള ഫോളോ അപ്പിലാണ് നമുക്ക് റൂബി അച്ചീവർ കിട്ടിയത്. എന്ന് പറഞ്ഞാൽ വർഷങ്ങളായുള്ള ഫോളോ അപ്പ് വേണ്ടി വന്നാൽ വേണം, കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഇനി മാസങ്ങളാണെങ്കിൽ മാസങ്ങള്, ദിവസങ്ങളാണെങ്കിൽ ദിവസങ്ങള്, മണിക്കൂറാണെങ്കിൽ മണിക്കൂർ, എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കണം. പക്ഷെ ഫോളോ അപ്പിൽ നമ്മൾ പലപ്പോഴും പ്രശ്നം വരുന്നത് അറിയോ? നമ്മൾ 3 തരത്തിലുള്ള കസ്റ്റമറിനെ കാണും ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഹോം മീറ്റിംഗ് നടത്തി. ആ ഹോം മീറ്റിംഗ് 10 പേര് പങ്കെടുത്തു. ഈ 10 പേരിൽ 3% ആളുകള് ഈസി കസ്റ്റമറാ. 3% ആളുകൾ ഈസി കസ്റ്റമറാ എന്ന് വെച്ചാൽ ക്ലാസ് കഴിഞ്ഞു അപ്പൊ തന്നെ അവർ പ്രൊഡക്റ്റും വാങ്ങിക്കും, ജോയിനിങ് കൊടുക്കും. നിങ്ങൾക്ക് കൂടുതൽ പണിയൊന്നും ഉണ്ടാവില്ല. അവർക്ക് ക്ലാസ് കേട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, അവര് ജോയിനിങ് എടുക്കും, അവര് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ തുടങ്ങും, ഒക്കെ ചെയ്യും. ഈസി കസ്റ്റമറാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് 67% ലൈറ്റർ കസ്റ്റമറാ. പറയാട്ടോ, നാളെ പറയാം, മറ്റന്നാ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവും. വേണ്ടാന്ന് പറയില്ല, അവര് വേണ്ടാന്ന് ഒരിക്കലും പറയില്ല. പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വരുമാനം വരട്ടെ, ഞങ്ങളുടെ സാലറി വരുന്നത് 5-ാം തീയതി, അപ്പൊ 5-ാം തീയതി വായും, നമുക്ക് 5-ാം തീയതി നമുക്ക് ഞങ്ങൾ പ്രൊഡക്റ്റ് 5-ാം തീയതി പ്രൊഡക്റ്റ് എടുക്കാം, അല്ലെങ്കിൽ സാലറി വരട്ടെ,
അല്ലെങ്കിൽ ചേട്ടന്റെ കാശ് ഗൾഫിൽ നിന്ന് വരട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ആവട്ടെ ഇങ്ങനെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കുറച്ച് സമയം നമ്മുടെ കയ്യിൽ നിന്ന് അനുവാദം വാങ്ങിക്കും. എനിക്ക് ഇത്തിരി സമയം തരണം, ഞാൻ പ്രൊഡക്റ്റുകൾ ഞാൻ എന്തായാലും വാങ്ങിച്ചോളാം, ജോയിനിങ് കൊടുക്കാം, എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, ഞാൻ ബിസിനസ്സിലേക്കൊക്കെ വരാം, ഇങ്ങനെയൊക്കെയുള്ള മറുപടികൾ പറയുന്ന ആളുകൾ. ഞാൻ ഈ പറഞ്ഞ എല്ലാ മറുപടിയും ഒരാൾ പറയുന്ന അല്ലാട്ട് ഉദ്ദേശിച്ചേ, പലരും പല മറുപടികളായിരിക്കും പറയും. അപ്പൊ ഇത്തരത്തിലുള്ള മറുപടികൾ പറയുന്ന ആൾക്കാരാണ് ആര്? ലേറ്റർ കസ്റ്റമർമാര്. 30% ആൾക്കാരുണ്ട്, അവര് നെവർ കസ്റ്റമറാ. അവര് ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കില്ല. ഒരു കാരണവശാലും ഒരു സാധനം വാങ്ങിക്കില്ല, നിങ്ങളുടെ കൂടെ ജോയിൻ ആവില്ല. അവര് 30% കസ്റ്റമറാ. അവരെ നിങ്ങൾ നോക്കേ വേണ്ട. ആ 30% കസ്റ്റമറെ നോക്കേ വേണ്ട. പക്ഷേ 70% നമുക്ക് അപ്പോഴും അവിടെ സ്കോപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ 10 പേര് പങ്കെടുത്ത മീറ്റിംഗിൽ 7 പേര് നമുക്ക് അപ്പോഴും കൺവേർഷൻ ചെയ്യാൻ പറ്റും. 7 പേരെ. ഇത് ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷമുള്ള വളരെയധികം പ്രൂവൺ ആയിട്ടുള്ളൊരു സയൻസ് ആണ്. 10 പേര് പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗിൽ 7 പേര് കൺവേർഷനിലേക്ക് വരും. പക്ഷെ അതിൽ 3 പേരാണ് ഫസ്റ്റ് തന്നെ വരുള്ളൂ. 4 പേര് ഫസ്റ്റ് വരില്ല. 4 പേരെ ഒരു ഫോളോ അപ്പിലൂടെ അവരെ കൊണ്ടുവരണം. കാരണം അവര് ലേറ്റർ കസ്റ്റമറാ 4 പേര്. അപ്പൊ നമുക്ക് 7 പേരെ കിട്ടിയില്ലേ? 10 പേരിൽ നിന്ന് 7 പേരെ കിട്ടിയ അപ്പൊ 100 പേര് പങ്കെടുക്കുന്ന പ്രോഗ്രാം ആണെങ്കിലോ 70 പേര് വരും. കൺവേർഷൻ 70 പേര് വരും. പക്ഷേ വേറൊരു രസകരമായ ഒരു കാര്യം എന്താ അറിയോ? നമ്മൾ 30 പേരെ കിട്ടി കഴിയുമ്പോൾ, ഏത് ഈസി കസ്റ്റമർ ആണല്ലോ, 30 പേരെ കിട്ടി കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് സന്തോഷിക്കും. 100 പേരെ പങ്കെടുപ്പിച്ചു, എനിക്ക് 30 പേരെ കിട്ടി, അടിപൊളി, ഇനി അങ്ങോട്ട് തകർക്കും. എവിടെ? ഇനി 40 പേര് പുറത്താ. ആ 40 പേരെ കൊണ്ടുവരണമെങ്കിലേ ഫോളോ അപ്പ് ചെയ്യണം. പക്ഷെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഈ മറുപടി കേൾക്കണം ഏറ്റവും കൂടുതൽ, അല്ലേ? നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ കൂടുതലും കസ്റ്റമർ പറയുന്നത് നോ 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 നോ. ഇങ്ങനെ പറയൂലേ? ഈ നോക്ക് നമ്മൾ സാധാരണ പറഞ്ഞ ഒരു നിർവചനം ഉണ്ട്, നെക്സ്റ്റ് ഓപ്ഷൻ. ഞാൻ ഓർജു സാറും കൂടി തൃശ്ശൂര് റൈസ് ലൈക്ക് ഫിനിക്സ് എന്നൊരു ട്രെയിനിങ് സീരീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് 5 മാസം, ഒരു 5 മാസത്തോളമായി തുടർച്ചയായിട്ട് പോകുന്നു. 5-6 മാസത്തോളമായി തുടർച്ചയായിട്ട് പോകുന്നു. ഈ മാസം 9-ാം തീയതി ഉണ്ട്. സോ ആ റൈസ് ലൈക്ക് ഫിനിക്സിൽ വന്ന ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത വേറൊരു അർത്ഥമുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ അല്ല കസ്റ്റമർ സേസ് നോ എന്ന് പറയുന്നതിന്റെ അർത്ഥം. നെക്സ്റ്റ് ഓപ്ഷൻ അല്ല എന്ന് വെച്ചാൽ ആ കസ്റ്റമറിനെ ഒഴിവാക്കി വേറെ അടുത്തേക്ക് പോകാനല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. 3 കാര്യം കൊണ്ടാണ് അവർ നോ പറയുന്നത്. ഒന്ന്, ഐ ആം നോട്ട് റെഡി, എനിക്കിപ്പോ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഒന്നാമത്തെ കാരണം. എന്ന് വെച്ചാൽ ഐ ആം നോട്ട് റെഡി എന്ന് വെച്ചാൽ അവർ ചിന്തിക്കുമ്പോൾ, ഇപ്പൊ പ്രൊഡക്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ അവർ ചിന്തിക്കുമ്പോൾ, അയ്യോ ഇപ്പൊ ക്യാഷ് ഇല്ല, ഞാനൊരു സാലറി വരട്ടെ, സാലറി വന്നിട്ട് ഞാൻ വാങ്ങിക്കാം എന്നതാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അവർ ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഐ ആം നോട്ട് റെഡി എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എന്തായാലും വേണ്ട, കുറച്ച് കഴിയുമ്പോൾ എന്തായാലും അവർക്കിപ്പോ കുറച്ച് കഴിയുമ്പോൾ വേണം, ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ വേണം. അപ്പൊ ഇനി രണ്ടാമത്തെ അർത്ഥം, ഐ ആം കൺഫ്യൂസ്ഡ്. ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം അവര് എപ്പോഴെങ്കിലും ചിലപ്പോൾ ചൂടർത്തി വീണ ആളായിരിക്കും. ഏത് വേറെ എന്തെങ്കിലും നെറ്റ്വർക്കൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഒരു ഇതുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഐ ആം കൺഫ്യൂസ്ഡ്. ഇപ്പോ കുറെ വരുന്നുണ്ട്. ഞാൻ ഇന്നാ ദിവസം കോതമംഗലത്ത് ഒരു മീറ്റിംഗ് പോയി. അപ്പൊ അവിടെ ഒരു ടീച്ചറെ പരിചയപ്പെട്ടു. അപ്പൊ ആ ടീച്ചർ, ഞാൻ പിന്നീടുള്ള ഫോളോ അപ്പിൽ എനിക്ക് മനസ്സിലായ കാര്യം, ടീച്ചർ എന്തുകൊണ്ടാണ് ജോയിൻ ചെയ്യാത്തതെന്ന് പിന്നീടുള്ള ഫോളോ അപ്പിൽ മനസ്സിലായ ഒരു കാര്യം ഇതാണ്. ടീച്ചർ പറഞ്ഞ കാര്യം, എന്റെ കുറെ ഫ്രണ്ട്സുകൾ പല കമ്പനിയുടെ പേര് ഞാൻ പറയണില്ലേ, പല പല നെറ്റ്വർക്കുകളും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അവര് പറയുമ്പോൾ അതാണ് ഓക്കെ എന്ന് പറയും, വിചാരിക്കും. നിങ്ങൾ പറയുമ്പോൾ ഇതാണ് ഓക്കെ, അവര് പറയുമ്പോൾ അതാണ് ഓക്കെ, ഞാൻ ആകെ അത് കാരണം എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ഇത് എപ്പോഴാ പറഞ്ഞേ? ഞാൻ മീറ്റിംഗ് കൊടുത്ത അന്നല്ല എന്നോട് ഇത് പറഞ്ഞേ. മീറ്റിംഗ് കൊടുത്തിട്ട് ഞാൻ പോന്നിട്ട് 1.5 മാസമായി. ഞാൻ അവിടെ മീറ്റിംഗ് കൊടുത്ത് പോന്നിട്ട്. എന്നുവെച്ചാൽ ആ മാഡം പങ്കെടുത്ത മീറ്റിംഗ് ഞാൻ അവിടെ കൊടുത്ത് പോന്നിട്ട് 1.5 മാസമായി. പക്ഷെ ഈ 1.5 മാസത്തെ ഫോളോ അപ്പിലാണ്, ഈ അടുത്ത് ഫോളോ അപ്പിന് വീണ്ടും ചെന്നപ്പോഴാണ്, ഫോളോ അപ്പ് ഞാൻ നമ്മുടെ ടീമിലെ ആളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പോയപ്പോഴാണ് ആളോട് ഈ കമന്റ് പറഞ്ഞത്. അപ്പൊ നിരന്തരമായി ഫോളോ അപ്പ് ചെയ്തപ്പോഴാണ് കമന്റ് കിട്ടിയത്, ആളുടെ ഉള്ളിലത്തെ സാധനങ്ങൾ കിട്ടിയത്. ഇനി എനിക്ക് അവിടെ മരുന്ന് കൊടുക്കാൻ പറ്റില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെ ലീക്കിംഗ് ബക്കറ്റ് ഒഴിവാക്കാന്ന്. ഐ നോ മൈ കസ്റ്റമർ പ്രോബ്ലം ഓർ നീഡ് ബെറ്റർ ദാൻ ഹിം. എനിക്കിപ്പോ പ്രോബ്ലം കിട്ടി, അല്ലെങ്കിൽ ആളുടെ പ്രശ്നം കിട്ടി, അവിടെ സോൾവ് കൊടുത്തോടെ. ഇനി അടുത്ത ഞാൻ പോകുന്നുണ്ട്, ഈ വരുന്ന നെക്സ്റ്റ് വീക്കിൽ ഞാൻ അവിടെ പോകുന്നുണ്ട്. നെക്സ്റ്റ് വീക്കിൽ ചെല്ലുമ്പോൾ ഈ ടീച്ചർക്ക് ഞാൻ അതിന്റെ സൊല്യൂഷൻ കൊടുക്കും. സൊല്യൂഷൻ കൊടുക്കാനുള്ള സാധനം ഉണ്ട്, അത് കൊടുക്കും. അത് കൊടുത്താൽ ആ ടീച്ചർ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്തിട്ടേ പോരുള്ളൂ. ജോയിൻ ചെയ്യും, ആള് വർക്കും ചെയ്യും. കാരണം ആളെ കൺഫ്യൂഷനാണ് ആളെ നോ പറയിപ്പിച്ചതിന്റെ കാരണം. മനസ്സിലായോ?
ഇത് ഫോളോ അപ്പിലെ മനസ്സിലാവുള്ളൂ. നമ്മൾ നോ കേട്ട് തിരിഞ്ഞു പോകരുത്. മൂന്നാമത്തെ നോന്റെ അർത്ഥം ഐ എം സ്കേർഡ്. ചില ആൾക്കാർക്ക് പേടിയായിരിക്കും. അല്ല, ഞാനിപ്പോ ഇതിലേക്ക് ഇറങ്ങിയിട്ടേ, ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ചില ആളുകൾ അങ്ങനെയായിരിക്കും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച്, സെൻട്രൽ ഗവൺമെന്റിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു പേടിയുണ്ട്. കാരണം പാൻ കാർഡൊക്കെ കൊടുക്കുമ്പോ ഗവൺമെന്റ് സാലറി വാങ്ങിക്കുന്നതാ, എന്താ ചെയ്യണ്ടേ, അങ്ങനെ ഒരു ചെറിയൊരു പേടി ഉണ്ടാവും. പക്ഷെ അതപ്പൊ അവര് പറയില്ല. അവര് ജോയിൻ ചെയ്യേണ്ട കാര്യം പറയുമ്പോ, ഇല്ല, എനിക്ക് നിങ്ങൾ നിങ്ങളുടെ വില തന്നാ മതി, നിങ്ങളുടെ പേരിൽ അടിച്ചോ, നമ്മൾ എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും പറഞ്ഞാൽ അവര് പറയും വേണ്ട, നിങ്ങൾ എടുത്തോ, എനിക്കത് അങ്ങനെ തന്നാ മതി, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ അവരൊരു ദിവസം നിങ്ങളോട് പറയും എന്തുകൊണ്ടാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്യാത്തത്. അവര് ചിലപ്പോ, ഞാൻ ഈ അടുത്ത് ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി, ഫോളോ അപ്പ് ചെയ്തപ്പോ ആ സാറ് എന്നോട് പറഞ്ഞത്, ഞാൻ ഗവൺമെന്റിൽ നിന്ന് പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ്, റിട്ടയർഡ് ആണ്, പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയുണ്ട്, നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു ഇതാവും. പ്രശ്നം കിട്ടിയോ, അവിടെ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു, ആള് ജോയിൻ ചെയ്തു. ആള് ജോയിൻ ചെയ്തു, കഴിഞ്ഞ മാസം ആള് ജോയിൻ ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. അതാണ് കാര്യം. പക്ഷെ ഇതൊക്കെ എങ്ങനെയാ നടക്കുക? 40 കസ്റ്റമർ എന്റെ പുറത്തായിരുന്നു കേട്ടാ. 30 കസ്റ്റമറെ കിട്ടിയപ്പോ നമ്മള് മൂട്ടിലെ പൊടി തട്ടി പോകാൻ പാടില്ലെന്ന് പറഞ്ഞ, മനസ്സിലായ? കാരണം എന്താ, 30 കസ്റ്റമറെ 100 പേര് പങ്കെടുത്തതിൽ 30 കസ്റ്റമർ കിട്ടിയതിന്റെ കാരണം അത് ഈസി കസ്റ്റമറാ, നമുക്കവിടെ പണി വന്നില്ല. പക്ഷെ 40 പേര് ഇനി വരാണ്ട്. ആ 40 പേര് വരണമെങ്കിൽ ഫോളോ അപ്പ് ചെയ്യണം. പക്ഷെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് നോ കേൾക്കുമ്പോ നമുക്കുള്ള പ്രശ്ന, നോ കേട്ടു എന്നാ വേണ്ട പോവാ, ഇതാണ് സംഭവം. അപ്പൊ എന്തുകൊണ്ട് നോ പറഞ്ഞു? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രിയോറിറ്റി വിൽ ചേഞ്ച് എനി ടൈം. എപ്പോ വേണമെങ്കിലും ഇവരുടെ പ്രിയോറിറ്റി മാറാം. മനുഷ്യനാണ്. ഒരു 90 ദിവസത്തിനുള്ളിൽ ഇവരുടെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും എന്നതാണ് സൈക്കോളജിക്കലി ഉള്ള കാര്യം. സോ അതുകൊണ്ട് തന്നെ ഓരോ 90 ദിവസം കൂടുമ്പോൾ ഇവിടെ ചേഞ്ചസ് ഉണ്ടാവും. ഈ ചേഞ്ച് മാറുന്നതനുസരിച്ച് നമുക്ക് പിച്ച് ചെയ്യാൻ പറ്റണം. ആ പിച്ച് ചെയ്യണോടത്ത് നമുക്ക് റിസൾട്ട് വരാം. ഇനി ഫോളോ അപ്പിൽ വളരെ പ്രധാനമാണ് ഫോളോ അപ്പ്. വാല്യൂ ഡ്രിവൻ ഫോളോ അപ്പ് കൊടുക്കണം. വാല്യൂ ഡ്രിവൻ, അവർക്ക് വളരെയധികം വാല്യൂ കൊടുത്തുകൊണ്ടുള്ള ഫോളോ അപ്പ് ചെയ്യണം. അവരൊരു ഒരു വസ്തുവായി കാണാതെ അവരൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കണം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആള് ഹ്യൂമൻ ബീയിങ് ആണ്, ഇദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ അവരെ അതുപോലെ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങളെ നമുക്ക് ആ ഒരു രീതിയിൽ, കാരണം ഇത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഇത് കിട്ടുള്ളൂ. റിലേഷൻഷിപ്പ് ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള വലിയൊരു കാര്യം. അപ്പൊ വാല്യൂ ഡ്രിവൻ ഫോളോ അപ്പ് കൊടുക്കണം. വാല്യൂ ഡ്രിവൻ ഫോളോ അപ്പ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവരെ മുഷിപ്പിക്കുക എന്നതല്ലാട്ടാ, കൂളിംഗ് ഓഫ് ഫാക്ട് ആണ് ചെയ്യേണ്ടത്. കൂളിംഗ് ഓഫ് ഫാക്ട്. കൂളിംഗ് ഓഫ് ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാള് നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസന്റേഷൻ കേട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ആശയം പരിചയപ്പെടുത്തി, ആ വ്യക്തിയെ പിന്നീട് ഫോളോ അപ്പ് ചെയ്യേണ്ടത് 3 ദിവസം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസമാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ദിവസം ഫോളോ അപ്പ് ചെയ്യണം. കാരണം പിറ്റേ ദിവസം തന്നെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ഇത് വരുന്ന ചിന്ത എന്താ അറിയും, ഇത് അവർക്ക് എന്തോ കിട്ടാനുണ്ട്, അതുകൊണ്ടാണ്, നീ അങ്ങനെ ചിന്ത വരും. പാടില്ല. രണ്ടാമത്തെ ദിവസം ഫോളോ അപ്പ് ചെയ്യുമ്പോൾ വേറൊരു ഇത് വരും. പക്ഷെ കറക്റ്റ് മൂന്നാമത്തെ ദിവസം ഫോളോ അപ്പ് ചെയ്താൽ അവിടെ അവർക്ക് ആവശ്യം വരും, അവരുടെ ആവശ്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ മൂന്നാമത്തെ ദിവസം ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവര് റെഡി ആവണമെന്നില്ല, അവര് ചിലപ്പോൾ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കണമെന്നില്ല, ചിലപ്പോൾ ജോയിൻ ചെയ്യണമെന്നില്ല, ചിലപ്പോൾ ജോയിൻ ചെയ്താൽ തന്നെ നമ്മുടെ കൂടെ ബിസിനസ്സിലേക്ക് വരണമെന്നില്ല, ഒന്നുമില്ല. പക്ഷെ കൂളിംഗ് ഓഫ് ഫാക്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. മിനിമം 12 തവണ കൂളിംഗ് ഓഫ് ഫാക്ട് നമ്മൾ പ്രാവർത്തിയാക്കണം. എന്ന് വെച്ചാൽ ഓരോ 3 ദിവസം കൂടുമ്പോൾ ഇവരെ ഫോളോ അപ്പ് ചെയ്യണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. 12 തവണ അങ്ങനെ 12 തവണയെങ്കിലും മിനിമം അവരെ മുഷിപ്പിക്കാതെ 3 ദിവസം കൊണ്ട് ഇടവിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ സാധിച്ചാൽ അവിടെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതാണ് തെളിയിച്ചിട്ടുള്ള കാര്യം. ഇത് ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷമുള്ള കുറച്ച് സീക്രട്ടുകളാണ്. ഓക്കെ. ഇനി കുറെ ആളുകൾ ഫോളോ അപ്പ് ചെയ്യുന്നവരുണ്ട്, നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യണവരൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയണില്ല. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിങ്ങൾ പലരും നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് ഫോളോ അപ്പ് ചെയ്യുന്നവരാ. പക്ഷെ നമ്മൾ വിചാരിച്ചൊരു റിസൾട്ട് ചിലപ്പോൾ കിട്ടാറില്ല. നമ്മൾ വിചാരിച്ച റിസൾട്ട്, ഞാൻ ഈ വ്യക്തിയെ ഫോളോ അപ്പ് ചെയ്ത് ഈ വ്യക്തിയെ കൊണ്ട് ഒരു ഹോം മീറ്റിംഗ് വെപ്പിക്കും, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് വെക്കും, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഞാനൊരു 2000 ബിയുടെ കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു 5000 ബിയുടെ കൺസിസ്റ്റൻസി കൊണ്ടുവരും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എന്താ പറയാ, നിർഭാഗ്യവശാൽ ചിലപ്പോൾ അതൊന്നും നടക്കാറില്ല. അപ്പൊ അവിടെ എന്തുകൊണ്ട് റിസൾട്ട് വരാതിരുന്നേ? അവിടെ റിസൾട്ട് വരാതിരുന്നതിന്റെ കാര്യം ഒറ്റ കാരണമുള്ളൂ, നമുക്ക് ഫോളോ അപ്പിൽ നോട്ട്സ് എഴുതുന്ന ശീലമില്ല. അതാണ് കാരണം. ഇത് നിങ്ങൾക്ക് സെയിൽസിലും ഉണ്ടായിരിക്കാം. സെയിൽസിന് ശേഷം നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത വ്യക്തിയെ ഫോളോ അപ്പ് ചെയ്യുമ്പോഴും ഉണ്ടായിരിക്കണം.
നിങ്ങളുടെ അസോസിയേറ്റ് ബയ്യറുമായി നിങ്ങളുടെ കൂടെ ആക്റ്റീവ് ആയുള്ള ലീഡേഴ്സ് ഉണ്ടല്ലോ, ആ ആക്റ്റീവ് ലീഡേഴ്സിന്റെ അടുത്ത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ പോലും നോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 3 തരത്തിലുള്ള നോട്ട്സ് ആയിരിക്കും. എന്തിനാണെന്നറിയോ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തൊരു വ്യക്തി, ആ വ്യക്തി എപ്പോഴെങ്കിലും സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, സാറേ എനിക്ക് 5000 വ്യൂ ചെയ്യണം, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കത് ചെയ്യാനാണ് പറ്റണില്ല എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അതേ ദിവസം തന്നെ 10 പേര്, നിങ്ങളുടെ ടീമിലെ ആക്റ്റീവ് മെമ്പേഴ്സ് 10 പേരോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതേ ദിവസം തന്നെ. 10 പേരും 10 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതില് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ സാറാണ്, വേണ്ട ഇപ്പൊ ഇതിലുള്ള ആൾക്കാരുടെ ഇത് പറയാം. ഇപ്പൊ സുരേന്ദ്രനാഥ് എന്ന് പറഞ്ഞ സാറാണ് എന്നോട് കാര്യം പറഞ്ഞാണ്. ഈ കാര്യം, ഏത് കാര്യം? സാറേ എനിക്ക് 5000 ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് അങ്ങടെ ശരിയാവണില്ല എന്ന് പറഞ്ഞത് എന്നോട് സുരേന്ദ്രനാഥ് സാറാണ്. പക്ഷെ അതേ സമയം ഞാൻ സുരേന്ദ്രൻ സാറിനെ വിളിച്ചതിന് ശേഷം പിന്നീട് ഞാൻ എൻ്റെ ടീമിലെ പുഷ്പരാജ് സാറിനോട് സംസാരിച്ചിട്ടുണ്ട്, സൈരേന്ദ്രി മാഡത്തിനോട് സംസാരിച്ചിട്ടുണ്ട്, ഷീജ മാഡത്തിനോട് സംസാരിച്ചിട്ടുണ്ട്, രശ്മി ഉണ്ണികൃഷ്ണൻ സാറിനോട് മാഡത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ 10 പേരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ 10 പേരോട് സംസാരിച്ച എൻ്റെ നോട്ട് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ആയപ്പോയിരുന്ന് ആലോചിക്കുക, അല്ല ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 5000 PV ഒരു പ്രശ്നത്തിന്റെ, ഇതിപ്പോ ആരാണാവോ? മനസ്സിലായ പ്രശ്നം വരുന്നു? മനസ്സിലായ ഈ പ്രശ്നം വഷളാവോ പിന്നീട്? ചെതല് ഒരു മേശ, 4 കാലുള്ള മേശ, ഒരു കാലുമ ചെതല് കയറി, മരുന്ന് അടിക്കണമെന്ന് വിചാരിച്ചു, അപ്പ അടിച്ചില്ല, കുറച്ചു നേരം കഴിയട്ടെ വെച്ചു. പക്ഷെ ഏത് മേശയും കുറെ മേശ കിടക്കണാണ്, ഏത് മേശയും അടിക്കണ്ടേന്ന് ഞാൻ മറന്നുപോയി. ഒരു നോട്ട് പോയിന്റ് അവിടെ വെച്ചില്ല, ഈ മേശയും വേണ്ട അടിക്കണ്ടേന്ന് ഒരു പോയിന്റ് അവിടെ വെച്ചില്ല. അതുകൊണ്ട് ഞാൻ മേശ മറന്നുപോയി. പിന്നെ അടിക്കാൻ വന്നപ്പോ ഒരു കാല് കാണാനില്ല, ഏത് മേശാമത്തി ചെതല് നിന്നുപോയി. മനസ്സിലായ? നമ്മുടെ കൂടെ വന്നിട്ടുള്ള ലീഡേഴ്സ് പലപ്പോഴും ഇപ്പിണ്ട്, കുറച്ചു നേരം ഇവർ കാണാനില്ല. എന്ത് പറ്റി? ചെതല് നിന്ന് പോയതാ. എന്താ കാരണം? അവരെന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് എനിക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിയില്ല. ആ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റാൻ തന്നെ ഇവരാരാ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. നോട്ട്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ടീം മെമ്പേഴ്സിനോടായാലും സെയിൽസിന് കൊടുത്ത് ഇങ്ങനെ തന്നെയാ. തവണ കൊടുത്ത് വീട്ടിൽ ഗാമ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ആ വീട്ടിൽ ഗാമ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഈ വീട്ടിൽ തവണ കൊടുത്തിട്ടാ, ഇനി ഇവിടെ ഗാമയും കൊടുക്കണം എന്ന് എഴുതി വെച്ചു. അതേ ദിവസം 20 വീട്ടിൽ സെയിലിന് പോയിട്ടുണ്ട്. ഇതിലേത് വീട്ടിലെ കൊടുക്കണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏത്? നമ്മള് മനുഷ്യന്മാരാ, എപ്പോഴെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം, മറന്നും പോവാം. എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ മറക്കാതെ കൊടുക്കൂലേ? മറക്കാതെ കൊടുക്കാതിരുന്നാലോ ഈ വ്യക്തി വേറെ ആൾ ആ ഡ്യൂട്ടി വരുമ്പോ ആളുടെ കയ്യിൽ നിന്ന് ഗാമ വാങ്ങി, അപ്പൊ നമ്മ ചെല്ലുമ്പോ നമ്മ അടിയാവും. ഞാൻ കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, നിങ്ങൾ കൊണ്ടുതരാണ്ട് കൊണ്ടുവന്നില്ലല്ലോ, അതുകൊണ്ട് എന്നോട് വാങ്ങിച്ചേ. മനസ്സിലായ? ഇതാണ് പ്രശ്നം. വാല്യൂ ഡ്രിവണില് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നോട്ട്സ് ഉണ്ടായിരിക്കുന്നത്. ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നോട്ട്സ് ഉണ്ടാവണം. നോട്ട്സ് ഉണ്ടായാൽ കൃത്യമായി നിങ്ങൾക്ക് അവരെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയാൽ ആ ഫോളോ അപ്പിനെ പറയുന്ന ആ ഫോളോ അപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പേഴ്സണൽ ഫോളോ അപ്പ്. നമ്മുടെ ഫോളോ അപ്പ് പേഴ്സണലൈസ്ഡ് ആയിരിക്കണം. എനിക്കറിയാം ഇതിലിരിക്കുന്ന പല ആളുകൾക്കും ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാവും. ഏത്? ടീമില് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്ന എല്ലാ കസ്റ്റമറിനെയും കൂട്ടിയിട്ട് ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ്. സംഭവം മെസ്സേജ് അയക്കുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ചെല്ലണേ. പക്ഷെ നമ്മൾ ഒരു ഗ്രൂപ്പിൽ മാത്രം മെസ്സേജ് അയക്കുന്നു, ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ സ്റ്റാറിന്റെ ലീഡേഴ്സിന് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടായിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന, നമ്മളെ കയ്യിൽ ഇനി ആക്റ്റീവ് ആക്കാൻ ഉദ്ദേശിക്കുന്ന ലീഡേഴ്സിന്റെ, അങ്ങനെയൊക്കെ ഉള്ളവരുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യരുത്. കാരണം എന്താ? ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് കേട്ടോ. ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇനി കുറെ പോയിന്റ്സ് ഉണ്ട്, പക്ഷെ അത് ഇപ്പൊ തൽക്കാലം സസ്പെൻസ്. ചെറിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാഡം, ഇപ്പൊ ഒരു മാഡത്തിന് ഞാൻ ഉദ്ദേശിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതില് സൈലേന്ദ്രി മാഡം എനിക്ക് എഴുതിയാണ് ഞാൻ വിചാരിക്കുന്നു, വീരാംഗനെയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അല്ല വേണ്ട, വീരാംഗനെയാണെന്ന് നമ്മൾ കണക്കാക്കാം. വീരാംഗനെയാണ് സൈലേന്ദ്രി മാഡം. എനിക്ക് സൈലേന്ദ്രി മാഡത്തിനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ സൈലേന്ദ്രി മാഡത്തിനെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നത് എങ്ങനെയാ? ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലാണ് ഫോളോ അപ്പ് ചെയ്യണത്. അപ്പൊ ഞാൻ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇട്ടു എന്ത്? സൈലേന്ദ്രി മാഡത്തിനോട് വീരാംഗനയിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്റെ ഉദ്ദേശം. ഞാനപ്പോ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഞാൻ മെസ്സേജ് ഇട്ടു, നമ്മുടെ വീരാംഗനെ കുറിച്ച് വലിയൊരു കാര്യമുണ്ട്, ന്യൂട്രിചാർജ് എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ വേണ്ട ഒരു വീഡിയോ ഒക്കെ, അതിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ആ ഗ്രൂപ്പിലിട്ടപ്പോ മാഡത്തിന് ഒറ്റയ്ക്കാണ് കിട്ടിയത്. പക്ഷെ ആ ഗ്രൂപ്പിൽ 130 പേരുണ്ട്. ഈ 130 പേർക്കും ആ വീഡിയോ കിട്ടി.
സംഭവം 130 പേരും ആ വീഡിയോ കാണും, ശരിയാണ്. പക്ഷെ എനിക്ക് ആവശ്യം എന്തായിരുന്നു? എനിക്ക് സൈരന്ദ്രി മാഡത്തിന്റെ അടുത്തേക്ക് ഈ മെസ്സേജ് എത്തിക്കണമെന്നായിരുന്നു. ഞാൻ അതിൽ എഴുതിയിരിക്കും, സൈരന്ദ്രി മാഡം, മാഡം ഈ വീഡിയോയില് 20ാമത്തെ മിനിറ്റ് മുതൽ 35ാമത്തെ മിനിറ്റ് വരെയുള്ള ഭാഗം 1 മണിക്കൂറിന്റെ വീഡിയോ ആണ്. പക്ഷെ 1 മണിക്കൂർ ഫുള്ള് വീഡിയോ മാഡം കാണണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ 20ാമത്തെ മിനിറ്റ് മുതൽ 35ാമത്തെ മിനിറ്റ് വരെയുള്ള വീഡിയോ മാഡം എന്തായാലും കണ്ടിരിക്കണം എന്ന് എന്റെ ടീമിൽ ആദ്യമായി പുതിയതായിട്ട് ജോയിൻ ചെയ്ത സൈരന്ദ്രി മാഡത്തിന് ഇങ്ങനെ ഒരു മെസ്സേജോട് കൂടി ഞാൻ ആ വീഡിയോ ഇട്ട് തന്നാൽ മാഡം എന്തായാലും ആ വീഡിയോ കാണും. എത്ര തിരക്കുണ്ടെങ്കിലും 20 മിനിറ്റ് തൊട്ട് 35 മിനിറ്റ് വരെ കാണും. നമ്മുടെ ആവശ്യമുള്ള ഭാഗം അവർ കണ്ടിരിക്കും, ഉറപ്പാണ്. അതിൽ നിന്ന് അവർക്ക് റിസൾട്ട് കിട്ടും. നേരെ തിരിച്ച് ഞാൻ സൈരന്ദ്രി മാഡം എന്നും പറഞ്ഞ പേര് എഴുതിയിട്ടു, ബ്രോഡ്കാസ്റ്റിൽ ഇട്ടെന്ന് വിചാരിക്കും. 130 പേര് നോക്കുമ്പോ എന്താ സൈരന്ദ്രി, അയ്യോ ഇത് സൈരന്ദ്രി എന്ന് പറഞ്ഞ മാഡത്തിന് അയച്ചോളൂ, സാറിന് മാറിപ്പോയി, ആൾക്ക് മാറിപ്പോയതായിരിക്കും. പിന്നെ ഞാൻ അവർക്ക് എന്തെങ്കിലും മെസ്സേജ് ഇട്ട് അവർ നോക്കും? ഇല്ല. ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ മെസ്സേജ് കോമൺ ആയിട്ടുള്ള ഇടാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ എല്ലാ കോമൺ ആയതും കോമൺ അല്ലാത്തതും എല്ലാം നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തായി അങ്ങനെ അയക്കരുത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പേഴ്സണലൈസ്ഡ് ഫോളോ അപ്പ് ആയിരിക്കണം. എന്റെ ടീമിലെ കീസോണിനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആളെ, അല്ലെങ്കിൽ കീസോണിന്റെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അവരോട് എനിക്ക് അത് കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്. നേഹ മാഡം ക്ലാസ് എടുക്കുന്ന ഭാഗം KSOനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷെ നേഹ മാഡത്തിന്റെ ക്ലാസ് തുടങ്ങി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ലാസ്റ്റ് ആണ് KSOനെ കുറിച്ച് പറയണേ. 1.5 മണിക്കൂറിന്റെ വീഡിയോ. ഞാൻ ഈ KSO തുടങ്ങാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് മുഴുവൻ ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുത്തു. ഒരു കാരണവശാലും 1.5 മണിക്കൂറിന്റെ വീഡിയോ അവർ കാണില്ല, ഉറപ്പാണ് കാണില്ല. പക്ഷെ അതേ സമയം ഞാൻ ആർക്കാണോ അയക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 10 പേർക്ക് ഞാൻ അയക്കുന്നുണ്ടെങ്കിൽ ആ 10 പേർക്കും പേഴ്സണൽ ആയിട്ട് ആ 10 പേരുടെ പേര് വിളിച്ചുകൊണ്ട് തന്നെ ഒരു വോയിസ് മെസ്സേജ് ഇട്ട് നോക്കി ആ വീഡിയോയ്ക്ക് പിന്നാലെ. ഇപ്പം മഹാലക്ഷ്മി മേഡം ഉണ്ട്, രശ്മി മേഡം ഉണ്ട്, അതുപോലെ ഷീജ മേഡം ഉണ്ട്, സൈരന്ദ്രി മേഡം ഉണ്ട്. ഈ 4 പേർക്കും ഞാൻ ഈ മെസ്സേജ് അയക്കണം. ഞാൻ മെസ്സേജ് അയക്കുക, ഷീജ മേഡം നമസ്കാരം ഷീജ മേഡം, ഇത് KSOനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയുന്നൊരു വീഡിയോ ആണ്. 1.5 മണിക്കൂറിന്റെ വീഡിയോ ആണ്. മാഡം ഈ 1.5 മണിക്കൂറിന്റെ വീഡിയോ കാണണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഈ വീഡിയോയുടെ 50ാമത്തെ മിനിറ്റ് മുതൽ 78ാമത്തെ മിനിറ്റ് വരെയുള്ള ഭാഗം മാഡം നിർബന്ധമായിട്ട് കേട്ടിരിക്കണം. അത് മാഡത്തിന് വളരെയധികം ഉപകാരപ്പെടും. അത് കേട്ടിട്ടുള്ള റിവ്യൂ എനിക്ക് തരണം എന്ന് പറഞ്ഞ ഒരു പേഴ്സണലൈസ്ഡ് ഫോളോ അപ്പിലൂടെ മാഡത്തിന്റെ പേര് വിളിച്ച് ആ വീഡിയോ അയച്ചിട്ട് ഞാനൊരു വോയിസ് മെസ്സേജ് ഇട്ടല്ലോ, മാഡം അത് കാണും, ഉറപ്പായിട്ടും അത് കാണും. എനിക്ക് അതിന്റെ റിപ്ലൈ തരും. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന പ്രശ്നം അതാ, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നില്ല. ഇതാണ് പേഴ്സണലൈസ്ഡ് ഫോളോ അപ്പ്. ഈ പേഴ്സണലൈസ്ഡ് ഫോളോ അപ്പിലാണ് ശരിക്കും പറഞ്ഞ റിയൽ ഫ്രൂട്ട് ഓഫ് PV ഇരിക്കുന്ന പേഴ്സണലൈസ്ഡ് ഫോളോ അപ്പിൽ. വളരെയധികം രസകരമായ ഒരു സംഭവം അത്. പക്ഷെ ഇത് നമുക്കാണ് വരണം. അത് വരണമെങ്കിൽ പേഴ്സണലൈസ്ഡ് ഫോളോ അപ്പ് കൊടുക്കണം അവർക്ക്. അപ്പോ നമ്മളറിയാം, നമ്മുടെ നാട്ടില് കാർ ഷോറൂമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കാർ ഷോറൂമുകൾ, മൊബൈൽ ഷോറൂമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്തിന് നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് വരെ, ഇപ്പൊ കല്യാണം ഹൈപ്പർ മാർക്കറ്റ്. ഞാൻ ഇന്ന ദിവസം ഒരു എന്താ പറയാ, ഒരു ഫ്രണ്ടിനെ കാത്തു നിൽക്കുക. അപ്പൊ പുറത്ത് കാറിന്റെ അകത്ത് AC ഇട്ടിരിക്കുമ്പോ കാറിലത്തെ ഇന്ധനം കൂടി എല്ലാം നഷ്ടപ്പെട്ടു പോകണം. ഒരു കാര്യം ചെയ്യാം, വെറുതെ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പൊ അതിന്റെ അകത്ത് AC കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഞാനും വയസ്സും കൂടി അതിന്റെ അകത്ത് കയറി, ഫ്രണ്ട് വരണവരെ അതിന്റെ അകത്ത് കയറി ആ കല്യാണ തണവൊക്കെ കൊണ്ട് എല്ലാ കാരണമൊക്കെ നോക്കി, ഒന്നും വാങ്ങിച്ചൊന്നുമില്ല, എല്ലാ കാരണമൊക്കെ നോക്കി ഇങ്ങോട്ട് ഇറങ്ങണ നേരത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അതിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. 5 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവനെ കണ്ടു, സംസാരിച്ചു, അവന്റെ വിശേഷമൊക്കെ അറിഞ്ഞു, അവന്റെ കല്യാണം തീരുമാനിച്ചിരിക്കുകയാണ്, അതൊക്കെ അറിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങണ നേരത്ത് എന്തായാലും ഇവിടെ കയറിയതല്ല, എന്നാ പിന്നെ 2 ചോക്ലേറ്റ് വാങ്ങിച്ചേക്കാന്ന് മേടിച്ചിട്ട് 2 ചോക്ലേറ്റ് വാങ്ങിച്ച വഴി അവർ എന്ത് ചെയ്തു, ബില്ലടിച്ചപ്പോ എന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു. എനിക്ക് പേഴ്സണൽ ആയിട്ട് പിന്നെ തൊട്ട് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ പുതിയ ഓഫർ വന്നിട്ടുണ്ട്. ഓഫർ വന്നതിന്റെ വരെ മെസ്സേജ് ഇപ്പൊ എന്റെ മൊബൈലിൽ വന്നിട്ടുണ്ട്. എവിടെ എടുക്കുന്ന, എന്റെ വീട്ടിൽ നിന്ന് 30 കിലോമീറ്റർ അപ്പുറത്ത് എടുക്കുന്ന ഹൈപ്പർ മാർക്കറ്റാ. ആർസിമിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാനാണ് തോന്നണേ. നമ്മൾ പേഴ്സണലൈസ്ഡ് ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ ഇത്രയും വലിയ ഹൈപ്പർ മാർക്കറ്റിന് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താ അതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മൾ. നമുക്ക് എന്ത് പേഴ്സണലൈസ്ഡ് ഫോളോ അപ്പ് ചെയ്താൽ ചെയ്യണം. ഫോളോ അപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പേഴ്സണലൈസ്ഡ് ഫോളോ അപ്പ്. ഇത് ചെയ്യാത്തോളം ബിസിനസ് വളരില്ല. കാരണം അവരുടെ ആവശ്യം മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ കൃത്യമായി കൊടുത്താൽ റിസൾട്ട് കൺഫേം ആണ്. ആ റിസൾട്ട് കിട്ടാനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ,
ഇനി ഫോളോ അപ്പിൽ ഇതുപോലെ ഒരുപാട് പോയിന്റ്സുകൾ ഉണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും ശരിയാവാത്ത കുറെ ആൾക്കാരുണ്ടാവും. എന്തൊക്കെ ചെയ്തിട്ടും ശരിയാവാത്ത ആൾക്കാർ കുറേ കാലം ചെയ്ത് നോക്കി, അവരെ പിന്നാലെ നടന്നു നോക്കി, പക്ഷെ എന്നിട്ടൊന്നും അവർ നമ്മുടെ ട്രാക്കിലേക്ക് വരുന്നില്ല. അങ്ങനെയുള്ളവരുണ്ടാവും. അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഐഡി കട്ടാവാറായി, ഇപ്പോഴും RCM സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. അവിടെ ഉപയോഗിക്കേണ്ട ഒരു സാധനം ഉണ്ട്, മൂലമന്ത്രം. ആ മൂലമന്ത്രം പിന്നീട് ഒരു ദിവസം പറഞ്ഞുതരാം. ആ മൂലമന്ത്രത്തിന്റെ പേര് കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ എന്നാണ്. ഓക്കെ, അത് പിന്നീട് ഒരു ദിവസം പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനിക്സ് ക്ലാസ്സിൽ വന്നാൽ അവിടെ കിട്ടും. ഓക്കെ. അപ്പോ അർജുൻ സാർ ഇതില് ഉണ്ടോ അറിയുമോ എനിക്ക് അറിയില്ല. അർജുൻ സാറേ? ഞാനുണ്ട് സാറേ. യെസ് യെസ്, ഓക്കെ. അപ്പോ ഇതാണ് ഇന്നത്തെ അർജുൻ സാറിന്റെ പ്രോസ്പെക്റ്റിന്റെ കുറച്ച് അപ്രോച്ചസ് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ ഫോളോ അപ്പിലെ പ്രധാനപ്പെട്ട കണ്ണിങ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ പോയിന്റ്സുകൾ ഒന്ന് പ്രാവർത്തികമാക്കി നോക്കൂ. ഈ മാസം നിങ്ങൾക്കത് ഒന്ന് പ്രാവർത്തികമാക്കി നോക്കൂ. എത്രത്തോളം അത് എഫക്റ്റീവ് ആവും, അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള എൻ്റെ വർക്കിംഗ് സ്ട്രാറ്റജീസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഒരു 8 മാസം അല്ലെങ്കിൽ 10 മാസത്തോളമായി ഈ വർക്കിംഗ് സ്ട്രാറ്റജി കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്. നല്ല റിസൾട്ടുകൾ വരുന്നുണ്ട്. ഇഷ്ടം പോലെ ഹോമിറ്റേഴ്സ് വരുന്നുണ്ട്, ജോയിനിങ്സ് വരുന്നുണ്ട്, വോളിയം സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വോളിയം ജനറേറ്റ് ആവുന്നുണ്ട്. ഇതൊക്കെ അല്ലെങ്കിൽ ഗ്രോത്ത്ഫുൾ ആയിട്ടുള്ള വോളിയം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മൊത്തം ടീമിൽ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഫിസിക്കലി ചെയ്ത് പ്രാവർത്തികത്തിൽ വന്ന ഒരുപാട് ആളുകൾ ഇതിൽ തന്നെയുണ്ട്. വിജയ് സാർ ഇടയ്ക്കിടയ്ക്ക് കമന്റ്സ് ഇടുന്നുണ്ട്. കാരണം ഇഷ്ടം പോലെ റിസൾട്ട് കിട്ടിയ ആളാണ് വിജയ് സാർ. ആള് ഫിനിക്സ് ക്ലാസ് പങ്കെടുത്ത് അങ്ങനെ റിസൾട്ട് കിട്ടിയതാണ്. ഓക്കെ, അപ്പൊ അർജുൻ സാർ നമ്മുടെ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ?